സംസ്ഥാനത്തെ ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ജനറൽ സെക്രട്ടറി ഉമാകാന്തിന് പകരം പി മുകുന്ദനെ കൊണ്ടുവരണം എന്ന ആവശ്യവുമായി കൃഷ്ണദാസ് പക്ഷം രംഗത്തെത്തി. രാമൻപിള്ളയും പി മുകുന്ദനും തിരികെ വന്നാൽ പാർട്ടി ശക്തിപ്പെടുമെന്ന് ശോഭാ സുരേന്ദ്രനും ബി.ജെ.പിയിലെ ആശയഭിന്നത തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പി മുകുന്ദനും പറഞ്ഞു. മിസ്ഡ് കോളിലൂടെ ബി.ജെ.പി മുൻ നേതാക്കളായ പി മുകുന്ദനും കെ രാമൻപിള്ളയ്ക്കും പാർട്ടി അംഗത്വമെടുക്കാമെന്ന സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ പ്രസ്താവനയാണ് പൊട്ടിത്തെറിക്ക് വഴിതെളിച്ചത്. പാർട്ടി വിട്ട നേതാക്കളെ മടക്കിക്കൊണ്ടുവരണമെന്നാണ് മുൻ അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെയും ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രന്റെയും നിലപാട്. സംഘടനാ ജനറൽ സെക്രട്ടറി ഉമാകാന്തിനെ മാറ്റി പി മുകുന്ദനെ കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ് കൃഷ്ണദാസ് പക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ ഇവരുടെ നീക്കങ്ങളെ ശക്തമായി എതിർക്കുകയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പി മുകുന്ദൻ പീപ്പിളിനോട് പറഞ്ഞു. പാർട്ടിയിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭിന്നതയല്ല, ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആശയക്കുഴപ്പമാണ്. അത് പരിഹരിക്കാനുള്ള നേതൃത്വം ബി.ജെ.പിക്ക് ഉണ്ടല്ലോ, പരിഹരിക്കും. അതുകൊണ്ട് അതിന്റെ ദോഷം പ്രസ്ഥാനത്തിലുണ്ടാവും. അതേസമയം വി മുരളീധരനെ രൂക്ഷമായ ഭാഷയിലാണ് കെ രാമൻപിള്ള വിമർശിച്ചത്. മുരളീധരന് രാഷ്ട്രീയ പക്വതയില്ലെന്നും മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന് ഒന്നാമത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ല, ബി.ജെ.പിയിലും പരിചയമില്ല, ബി.ജെ.പിയെ പറ്റിയും അറിയില്ല. അദ്ദേഹം ഒരു പ്രഭാതത്തിൽ അങ്ങനെ അതിൻ്റെ പ്രസിഡന്റായി വന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ വന്നതോടുകൂടി എല്ലാം തീർന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് പി മുകുന്ദനും കെ രാമൻപിള്ളയും ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പിയിലേക്ക് വന്നാൽ പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് താൻ കരുതുന്നില്ലെന്ന് വി മുരളീധരൻ തിരിച്ചടിച്ചു. രാമൻപിള്ള സാറിന് ഈ പുതിയ സാഹചര്യങ്ങൾ മനസ്സിലായിട്ട് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന വെച്ചാൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ് ഇരുന്നാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ 10 ദിവസത്തിനുള്ളിൽ അവർ വന്നിട്ട് ഉടനെ കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SNDPയെ കൂട്ടുപിടിച്ച് അക്കൗണ്ട് തുറക്കാം എന്നത് ബി.ജെ.പിയുടെ വ്യാമോഹമാണെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്ത് SNDPയെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള വ്യക്തമാക്കി. കൊള്ളപ്പലിശക്കാരൻ ഷൈലോക്ക് വെള്ളാപ്പള്ളി നടേശനെ കണ്ടാൽ തൊഴുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. വെള്ളാപ്പള്ളി ബി.ജെ.പി കൂട്ടുകെട്ടിനെതിരെ നിശിത വിമർശനമാണ് LDF നേതാക്കൾ ഉന്നയിച്ചത്. SNDPയെ കൂട്ടുപിടിച്ച് അക്കൗണ്ട് തുറക്കാമെന്നത് ബി.ജെ.പിയുടെ വ്യാമോഹമാണെന്ന് പിണറായി വിജയൻ കാസർഗോഡ് അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷം ദുർബലമായിക്കൂടാ, മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലമായിക്കൂടാ എന്ന ചിന്തയോടെ LDFനെ സഹായിക്കാനും പിന്താങ്ങാനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലെത്തുന്നതായി ഞങ്ങൾ കാണുന്നു. വെള്ളാപ്പള്ളിയെ കണ്ടാൽ കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്ക് പോലും തൊഴുതുപോകുമെന്ന് VS പറഞ്ഞു. അപ്പോൾ ഷൈലോക്ക് പോലും കൊണ്ടിരിക്കുന്നത് സ്വന്തം സമുദായത്തിലെ സഹോദരിമാരിൽ നിന്നും അമ്മമാരിൽ നിന്നും. SNDPയെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് എസ് രാമചന്ദ്രൻ പിള്ള അഭിപ്രായപ്പെട്ടു. SNDPയിലെ അവസരവാദ നേതൃത്വം പരാജയപ്പെടും, ദുർബലപ്പെടുത്തും. RSS BJP ദുർബലപ്പെടും. മൂന്നാം മുന്നണി തുടക്കത്തിൽ തന്നെ പരാജയമാണെന്ന് VM സുധീരൻ പറഞ്ഞു. SNDP BJP സഖ്യം വിജയിക്കില്ലെന്ന് രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു. കേരളീയ സമൂഹത്തിന്റെ മതനിരപേക്ഷതയെ ഇൻടാക്റ്റായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആണ് ജനങ്ങളോട് ഇത് തുറന്നു പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെ KPA മജീദും മാധ്യമങ്ങളുമായി പങ്കുവച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. തുഷാർ വെള്ളാപ്പള്ളിക്ക് VS അച്യുതാനന്ദന്റെ മറുപടി. വെള്ളാപ്പള്ളി നടേശനെതിരായ ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചതല്ല, നിയമനങ്ങൾക്ക് കോഴ വാങ്ങിയതും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും പുറത്തു കൊണ്ടുവരുമെന്നും VS. ഇത് സംബന്ധിച്ച രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. വൈകാതെ കോടതിയെ സമീപിക്കുമെന്നും VS നെടുങ്കണ്ടത്ത് പറഞ്ഞു. നടേശന്റെ ഈ കൊള്ളുകില്ലായ്മയും തട്ടിപ്പും മൂലം നഷ്ടപ്പെട്ടാൽ അതുങ്ങൾ വഴിയാധാരമാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകാൻ. അതുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ ഈ തട്ടിപ്പിനെ പറ്റി കോടതി വഴി ചോദ്യം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന വിവരം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന രംഗത്ത്. ബി.ജെ.പിയെ നിലനിർത്തുന്നത് മോദി ഓക്സിജനാണെന്ന് ശിവസേന കുറ്റപ്പെടുത്തി. ജനപ്രീതി തീരുന്നതോടെ ഇത് അവസാനിക്കുമെന്നും ശിവസേന വ്യക്തമാക്കി. ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിലായിരുന്നു വിമർശനം. നിലപാട് മാറ്റി VM സുധീരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ലെന്ന് സുധീരൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞത് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഒരു ചോദ്യത്തിന് വ്യക്തമായി
അതിൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞതല്ലാതെ ഇപ്പോൾ അതൊരു തുടർ ചർച്ചയായിട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യം ഇപ്പോൾ ഇല്ല, അതിന് പ്രസക്തിയില്ല. തന്നെയുമല്ല, ഇപ്പോൾ പൂർണ്ണമായ കേന്ദ്രീകരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൻ വിജയം നേടിയെടുക്കാൻ ഉള്ള പ്രവർത്തനം അത് മാത്രം. മുസ്ലിം ലീഗിന് മുന്നണി മാറേണ്ട സാഹചര്യമില്ലെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും പുതിയ പാർട്ടി SNDPയുടെ പരാജയമാണ് കാണിക്കുന്നതെന്നും ശിഹാബ് തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. ലീഗിൻ്റെ ഇടയിൽ അങ്ങനത്തെ യാതൊരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പോൾ യാതൊരു സാഹചര്യമില്ല. അത് അവരുടെ തന്നെ പരാജയമാണ് വിളിച്ചു വന്നത്. അതെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗുമായി സഹകരിക്കാനാകില്ലെന്ന് വൈക്കം വിശ്വൻ. SNDP BJP സഖ്യം ഭീഷണിയല്ല, NSS നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. SNDP BJP സഖ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തിരിച്ചടിയാകില്ല. കാരണം BJPയും SNDPയുടെ നേതൃത്വവും മാത്രമാണ് ഈ സഖ്യത്തിൽ വരുന്നത്. SNDPയിലെ അനുയായികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും ധർമ്മവും ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ആ ജനവിഭാഗം അങ്ങനെ തന്നെയാണ് നിൽക്കാൻ. അതിനെ ചാതുർവർണ്ണത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. NSS എടുത്തിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ. RSSനോടും BJPയോടും കൂട്ടുകൂടുന്നവർ സംവരണ വിരുദ്ധ നിലപാടിനോട് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ബൃന്ദ കാരാട്ട്. ഹരിയാന സംഭവത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ VK സിംഗ് രാജിവെക്കണമെന്നും ബൃന്ദ കാരാട്ട് അഭിപ്രായപ്പെട്ടു. There is absolutely no question of any joining hands with the Congress party because the fight against communalism has to be a principled fight. It is not just one vote and that vote here and there like the Congress wants to do. Today it wears one color, tomorrow it will wear another color. It is the Congress which is responsible for the growth of the BJP and the advent of the Modi government. This is a party which was voted twice at the center, and its corruption, its anti-people policies and its soft policies towards communal forces has led to this situation where the BJP is in power. Therefore, even remotely, there is no possibility of any such combination which you, my dear friend, are suggesting. There is absolutely no question. വയനാട് DCC പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് വിമതൻ രംഗത്ത്. ജോസ് കണ്ടംതുരുത്തിയാണ് DCCയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. മുള്ളൻകൊല്ലി ഡിവിഷനിൽ നിന്ന് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് വിമതനാണ് ജോസ് കണ്ടംതുരുത്തി. വളരെ ശക്തമായ ഭാഷയിലാണ് ജോസിന്റെ വിമർശനം. എനിക്കെതിരെ നടപടിയെടുക്കാൻ DCC പ്രസിഡന്റിന് പേടിയാണ്. കാരണം DCC പ്രസിഡന്റാണ് ആദ്യമായി ഈ ജില്ലയിൽ നടപടി നേരിട്ട ഒരു നേതാവ് എന്ന് പറയുന്നത്. വയനാട് ജില്ലയിൽ 19ഓളം വിമതരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടും ജോസ് കണ്ടംതുരുത്തിയെ DCC പുറത്താക്കിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോസ് ആലുക്കാസ് പാലക്കാട്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് പുതിയ ഷോറൂം. നവംബർ 8-ന് MP രാജേഷ് MP ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ആലുക്ക പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. ജോസ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ 6ാമത്തെ ഷോറൂമാണ് പാലക്കാട് ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് മാനേജർ ജിജോ, പാലക്കാട് ഷോറൂം മാനേജർ റോക്സി മാത്യു എന്നിവർ പങ്കെടുത്തു. ബീഫ് നിരോധനത്തിന് എതിരെ എഴുതിയ കന്നഡ എഴുത്തുകാരിയെ ബലാത്സംഗം ചെയ്യുമെന്ന് സംഘപരിവാറിന്റെ ഭീഷണി. കന്നഡ എഴുത്തുകാരി ചേതന തീർത്ഥഹള്ളിക്കാണ് ഭീഷണി. ഫേസ്ബുക്കിലൂടെയാണ് ചേതനയ്ക്ക് നിരന്തരമായി ഭീഷണി വന്നത്. ബംഗളൂരുവിലെ ഹനുമന്ത് നഗർ പോലീസ് സ്റ്റേഷനിൽ ചേതന പരാതി നൽകി. Actually, I started receiving threats from a year when I started writing against Raghaveshwara rape issues. But later, actually in the beginning, I ignored all these things. But when they started attacking me directly in their own profiles, FB profiles, and after Kalburgi murder issue, I thought I should take it serious and I lodged complaint. His name is Madhusudan Gowda. He has created many profiles and he sends message and immediately deactivates at one profile and activate another. He is still active in Facebook and he says, please do it fast, please get me jailed, I wish to be there, I can do anything for Hinduism, I can do anything for Hindutva. He sends all these messages to me. Police had put beat to my home, they are giving security and investigation is going on.
So I'm worried. I'm worried more about my case. മാലദ്വീപ് പ്രസിഡന്റ് അബ്ദുള്ള യമീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അദീബ് അറസ്റ്റിലായി. സെപ്റ്റംബർ 28-ന് സ്പീഡ് ബോട്ട് ബോംബ് വെച്ച് തകർത്ത് പ്രസിഡന്റായ അബ്ദുള്ള യമീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. അബ്ദുള്ള യമീൻ ഹജ്ജിന് ശേഷം സൗദിയിൽ നിന്നും ബോട്ടിൽ മടങ്ങവെയാണ് സംഭവം. അപകടത്തിൽ പ്രസിഡന്റ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നു. അമേരിക്കൻ വൻകരയിലെ ശക്തമായ ചുഴലിക്കാറ്റ് പെട്രീഷ്യ പടിഞ്ഞാറൻ മെക്സിക്കോയിലെ ജാലിസ്കോ നഗരത്തിൽ ആഞ്ഞടിച്ചു. ജനവാസം കുറഞ്ഞ മേഖലയിലാണ് കാറ്റ് വീശിയത്. മണിക്കൂറിൽ 265 കിലോമീറ്ററാണ് വേഗത. അതീവ പ്രഹരശേഷിയുള്ള ഈ കൊടുങ്കാറ്റിനെ ക്ലാസ് 5 വിഭാഗത്തിലാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മെക്സിക്കൻ തീരത്തെത്തുമ്പോൾ കാറ്റിന്റെ തീവ്രത ക്ലാസ് 4ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതയ്ക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്.